നമുക്ക് ആദ്യം തന്നെ സ്റ്റാൻഡിങ് സീരീസ്. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 യോഗ പൊസിഷൻസാണ്. ഈ 3 എണ്ണം നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യം തന്നെ നമ്മളൊരു ബാലൻസ് പോസ്റ്റർ ചെയ്യാം, പിന്നെ നമുക്ക് ഒരു സൈഡ് സ്ട്രെച്ചിങ് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്കൊരു ബാക്ക് സ്ട്രെച്ചും. അപ്പോൾ ഇതെങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പൊസിഷൻസാണ് ബാക്ക് ടു ബാക്ക് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ബാലൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു യോഗ ഇൻസ്ട്രക്ടർ ആവട്ടെ, യോഗ തെറാപ്പിസ്റ്റ് ആവട്ടെ, ആ മേഖലയിലുള്ള ആരുമാവട്ടെ, അവരെങ്ങനെ അതിൻ്റെ കമ്പൈൻ ചെയ്യുന്നു എന്നത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 പൊസിഷൻസാണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യത്തെ യോഗ പൊസിഷൻ താടാസന. താടാസന എന്ന് പറയുന്നത് ബാലൻസ് പോസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു യോഗ പൊസിഷൻ. ഇന്നിപ്പോൾ ഒരു ബിഗിനർ ലെവലിലുള്ള യോഗ ആയതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ കാൽ പാദങ്ങളിൽ നമ്മളെങ്ങനെ ടോസിലെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതായത് സ്റ്റാൻഡിങ് ഓൺ യുവർ ടോസ്, ഇതൊന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ശേഷം ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് പതുക്കെ പോവാം. ഫൈനൽ പൊസിഷൻ എത്തുമ്പോൾ നോർമൽ ബ്രീത്തിങ് ആണ്. അന്നേരം ശ്വാസം ഇങ്ങനെ അടക്കി പിടിക്കരുത്. അപ്പോൾ നമുക്ക് വളരെ സാവധാനം നമ്മളുടെ കൈകൾ പൊക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റി കൂടി പൊക്കുക. എന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മളുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ശേഷം 5, 4, 3, 2, 1. വളരെ സാവധാനം നമ്മൾ കൈ താഴ്ത്തുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റി കൂടി താഴ്ത്തുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് മോർ ദാൻ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ബിഗിനിങ് ലെവലിൽ നമ്മളൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ടെൻ സെക്കൻഡ്സായി. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പൂർവാവസ്ഥയിലേക്ക് വരിക. അപ്പം നമ്മൾക്ക് ത്രികോണാസനത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കാൽപാദങ്ങളുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാൻ നേരത്ത് റൈറ്റ് ലെഗ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുക. ശേഷം ഇടത് കാല് അതേ സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് ടോസ് പോയിൻറ്റിങ് ഫോർവേഡ്. ഇനി ഈ റൈറ്റ് ഇതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ ഈ കാലിൻ്റെ ഈ പാദത്തിലേക്ക് മുട്ടാൻ വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഈ കാൽപാദത്തിനെ അവർക്കത് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ ഈ ഒരു പൊസിഷൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് എത്താമോ അത്രത്തോളേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പൊസിഷൻ്റെ യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പകുതിയിൽ ഇപ്പോൾ തുടക്കക്കാർക്ക് ഈ ഒരു പൊസിഷനായിരിക്കും അവർക്ക് കറക്റ്റായിട്ട് വരിക. കുറച്ചും കൂടി യോഗ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ആംഗിൾ ജോയിൻറ്റ് വരെ ഇതുപോലെ കറക്റ്റായിട്ട് നിൽക്കുക. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പാദം വരെ ചെയ്യാം. ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കാഫ് മസിലിന് തൊട്ട് മുമ്പുള്ളൊരു തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ശേഷം പതുക്കെ നിങ്ങളുടെ ഇടത് കൈ സീലിങ്ങിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഈ അരയിൽ നിന്ന് നിങ്ങൾ മുകളിലേക്ക് ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കൈയും കാലുമായിട്ടുള്ള സ്പേസിൽ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ കാലിൻ്റെ രണ്ടിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതാണ് ഒരു നല്ല ട്രയാങ്കിൾ പോസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഇതിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ട്രയാങ്കിൾ പോസ് വളരെ തെറ്റാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലൊരു ട്രയാങ്കിൾ പോസ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഓൾ ഇൻ വൺ ആണെന്ന് എനിക്ക് പറയാം. കാലിൻ്റെ സ്ട്രെച്ച്, കൈയിൻ്റെ സ്ട്രെച്ച്, അതുപോലെ തന്നെ നമ്മളുടെ ഈ സൈഡിൻ്റെ സ്ട്രെച്ച്, ഇത് നമ്മൾക്ക് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റിനെയും അതുപോലെ തന്നെ ഈവൻ എല്ലാ ഭാഗങ്ങളെയും നമ്മൾക്ക് ഒരുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന ഒന്നാണ് ട്രയാങ്കിൾ പോസ്. അപ്പോൾ നമുക്ക് ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകാം. ഈ തമ്പിലേക്ക് വേണമെങ്കിൽ നോക്കാം. അത് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് നോക്കുക. 1, 2,
3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം വലിച്ചുകൊണ്ട് നമ്മൾ നേരെ പൂർവാവസ്ഥയിലേക്ക് വരിക. കാല് തിരിച്ചു വയ്ക്കുക. അതിനുശേഷം ഇടത് കാല് ചെരിച്ചു വെച്ച് നമ്മൾ സ്ലൈഡ് ചെയ്ത് ഫൈനൽ പൊസിഷനിലേക്ക് പതുക്കെ വളരെ സാവധാനം പോവുക. എന്നിട്ട് നിങ്ങളൊരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കാം. നോർമൽ ശ്വാസഗതി ഫോളോ ചെയ്യുക. അവിടുത്തെ പോലെ തന്നെ 10 സെക്കൻഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി 5 സെക്കൻഡായി. 5, 4, 3, 2, 1. വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ച് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ബാലൻസ് പോസ് പഠിച്ചു, നമ്മൾ പിന്നെ ട്രയാങ്കിൾ പോസ് പഠിച്ചു. ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് ബാലൻസ് ആവാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ബാലൻസ് കിട്ടി, ഈ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തു, ഈ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തു, ഇനി ബാക്ക് സൈഡിലേക്കും കൂടെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതായത് നിങ്ങളുടെ ഈ ഒരു തമ്പ് നമ്മളുടെ ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്ത് പിടിക്കുക. അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പോലെ ഈ ഒരു കൈകൾ ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം നമുക്ക് എവിടെയും നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല. അതേസമയം നിങ്ങൾ കുറച്ചുകൂടി ബാക്കിലേക്ക് നമ്മളിത് ഇറക്കി ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അർദ്ധചക്രാസന, ഹാഫ് വീൽ പോസ്, ഇത് നടുവേദനയുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചക്രാസനയാണ്. നമ്മൾ പൂർണ്ണ ചക്രാസന അല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അർദ്ധചക്രാസന. ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്രമേണ ഇവരുടെ ഫ്ലെക്സിബിലിറ്റി, അതായത് സ്പൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് പോലെ ആയിപ്പോവും, ഒരു രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ചെറിയ എക്സസൈസ് ചെയ്യണമെന്ന് ഈവൻ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പോലും ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സേഫായിട്ടുള്ളൊരു ചക്രാസന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഒരു ചക്രാസനമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ 2 ലെവൽ പറയാം. ഒരുവിധം സ്പൈൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു യോഗ തെറാപ്പി പോലെയുള്ള പൊസിഷൻ ഞാൻ ആദ്യം കാണിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അർദ്ധചക്രാസനവും കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം കാലുകൾ നമ്മളുടെ ഹിപ്പിൻ്റെ അകലത്തിൽ വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ സ്പൈൻ ഇതുപോലെ വളച്ച് കുറച്ച് ബാക്കിലേക്ക് പുഷ് ചെയ്യുക, ചെസ്റ്റ് മുമ്പോട്ട് പുഷ് ചെയ്യുക. ശേഷം നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ സ്പൈൻ നേരെ വയ്ക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു പൊസിഷനല്ലേ അത്. എനിക്ക് തോന്നുന്നു ഏതൊരു ആൾക്കും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചക്രാസനമാണ്, അർദ്ധചക്രാസനമാണ്. ഒരു സ്പൈൻ സ്ട്രെച്ച് എന്ന് എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ശരിക്കുള്ള അർദ്ധചക്രാസനം ഇത് ലെവൽ 1, ഇത് ആർക്കും ചെയ്യാം. ഒരു 70 വയസ്സ് മുകളിലുള്ളവർക്കും ചെയ്യാവുന്നതാണ് ആദ്യം കാണിച്ചത്. ഇനി രണ്ടാമത്തത് നമ്മൾ ശരിക്കും ഒന്ന് ഫിക്സ് ചെയ്യുക. അതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ഇത് തലകറക്കമുള്ളവർ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവരൊന്നും ഇത് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു തലകറക്കം തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും, അതായത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ചെസ്റ്റ് ഒക്കെ പുഷ് ചെയ്ത്, ഹിപ്പ് പുഷ് ചെയ്ത് ബാക്കിലേക്ക് നിങ്ങളുടെ വാൾസൊക്കെ കാണാൻ പറ്റും. തിരിച്ച് ഇതുപോലെ വരിക. അപ്പോൾ ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോകാൻ പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചുമരിൻ്റെ അടുത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുശേഷം തിരിച്ച് ഇങ്ങനെയും വരാം. ഇതിൻ്റെ പല ഓപ്ഷൻസാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു താഴാസനം ചെയ്തു, പിന്നെ നമ്മൾ ഒരു സൈഡ് ട്രയാങ്കിൾ പോസ് ചെയ്തു,
പിന്നെ നമ്മൾ ഈ ബാക്ക് സ്ട്രെച്ചും ചെയ്തപ്പോൾ എൻ്റെ ബോഡിക്ക് അതൊരു കംപ്ലീറ്റ് ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. അത്